സാർ, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രബല വിഭാഗമാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ. അവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഈ സബ്മിഷൻ്റെ ലക്ഷ്യം. 2 പതിറ്റാണ്ടിലധികമായി BRCകൾ കേന്ദ്രീകരിച്ച് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്തു വരുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ വേതനം അവർ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് കിട്ടിയത് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 2018 സമഗ്ര ശിക്ഷ കേരള പദ്ധതി നിലവിൽ വന്നതിന് ശേഷം മുൻപ് ലഭിച്ച വേതനത്തിൽ വെട്ടിക്കുറവുണ്ടായി. സെക്കൻഡറി വിഭാഗത്തിൽ 28,815 രൂപയും എലിമെൻ്ററി വിഭാഗത്തിൽ 22,000 രൂപയും വേതനം നൽകി നിയമിക്കപ്പെട്ട ഇവർക്ക് 2018 മുതൽ യഥാക്രമം 25,000-ഉം 20,000-ഉമായി വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത്. ജീവിത ചെലവുകൾ ഏറി വരുന്ന ഈ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് വേതനത്തിൽ ഉണ്ടാവേണ്ട കാലാനുസൃതമായ വർധനവിന് പകരം ഈ കുറവ് ഏറ്റുവാങ്ങുന്ന ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇവർക്ക് ജോലി സ്ഥിരതയും ഇപ്പോൾ ഇല്ല, അതും അനിശ്ചിതത്വത്തിലാണ്. 2021 സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റുമോ എന്നാലോചിക്കണം. പൊതുവിദ്യാലയങ്ങളിൽ ഇവർക്കാവശ്യമായ സ്ഥിര നിയമനത്തിന് നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ആലോചിക്കേണ്ടത്. കാലാനുസൃതമായ വേതന വർധനവും ഉടൻ നടപ്പാക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി. സാർ, 2018 ഏപ്രിൽ മുതലാണ് സമഗ്ര ശിക്ഷ പദ്ധതി നിലവിൽ വന്നത്. 2018 മുൻപ് സെക്കൻഡറി വിഭാഗം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ RMSAയുടെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. SSIയുടെ ഭാഗമായിരുന്ന കാലയളവിൽ എലിമെൻ്ററി വിഭാഗം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് പ്രതിമാസം 22,000 രൂപയും സെക്കൻഡറി വിഭാഗം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് പ്രതിമാസം 28,815 രൂപയും വീതം വേതനം നൽകിയിരുന്നു. 10 മാസത്തേക്കാണ് ഈ തുക നൽകിയിരുന്നത്. അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവരുടെ സേവനം ലഭിച്ചിരുന്നില്ല. എന്നാൽ 2018-19 അധ്യയന വർഷം മുതൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ വർഷത്തിൽ 12 മാസവും കരാറടിസ്ഥാനത്തിൽ നിയമനം നൽകി വരുന്നു. സമഗ്ര ശിക്ഷാ മാനദണ്ഡ പ്രകാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എലിമെൻ്ററി വിഭാഗം സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർമാർക്ക് പ്രതിമാസം നൽകാവുന്ന പരമാവധി തുക 20,000 രൂപയാണ്. സെക്കൻഡറി വിഭാഗം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് പ്രതിമാസം നൽകാവുന്ന പരമാവധി തുക 25,000 രൂപയുമാണ്. ഇതോടൊപ്പം തന്നെ എല്ലാ വർഷവും സർക്കാർ അനുവദിക്കുന്ന ഓണം ഫെസ്റ്റിവൽ അലവൻസ്, TA എന്നിവയും അവർക്ക് നൽകി വരുന്നു. എല്ലാ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കും EPF വിഹിതവും ESI വിഹിതവും ശമ്പളത്തിന് പുറമെ നൽകുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഓരോ വർഷവും പ്രോജക്റ്റ് അപ്രൂവൽ ബോർഡ് യോഗം ചേർന്നാണ് സമഗ്ര ശിക്ഷ കേരളയുടെ വിവിധ പദ്ധതികൾ അംഗീകരിക്കുന്നതും പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിക്കുന്നതും. ഇത് 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന സർക്കാർ വിഹിതവും എന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത്. സാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ വാർഷിക ശമ്പളം വർദ്ധിപ്പിച്ചുവെങ്കിലും 10 മാസത്തേക്കായി നൽകി വരുന്ന തുക 12 മാസങ്ങളിലായി നൽകുന്നതിനാണ് പ്രതിമാസ ശമ്പളത്തിൽ നേരിയ കുറവ് അനുഭവപ്പെടുന്നത്. 2021 ഒക്ടോബർ മാസം 28 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രകാരം പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരമായി നിയമിക്കണമെന്ന് ഉത്തരവായിരുന്നു. എന്നാൽ സമഗ്ര കേരളം ഒരു പ്രോജക്റ്റ് ആയതിനാൽ സ്ഥിര നിയമനം അപ്രായോഗികമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ തുടർ നടപടി സ്വീകരിക്കാനാവൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡാഷ് കേസിൽ 2012 ഒക്ടോബർ 28 വിധിന്യായം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി 2021 ജനുവരി മാസം 17 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും മേൽപ്പടി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു താൽക്കാലിക ക്രമീകരണം എന്ന നിലയിൽ സമഗ്ര ശിക്ഷയുടെ കേരളയുടെ കീഴിൽ ക്ലബിംഗ് രീതി ഈ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. 2,886 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനും അതോടൊപ്പം സ്വീകരിക്കേണ്ട അനുബന്ധ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ജൂലൈ മാസത്തിലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഭിന്നശേഷി കുട്ടികളെ പരിപാലിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം വിലപ്പെട്ടതാണ്. അതിൻ്റെ മഹത്വം ഈ സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ 2021 ഒക്ടോബർ 28 തുടർന്നുള്ള ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സുമാരെ സ്ഥിരമായി നിയമിക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതിനാൽ ഈ വിഷയം സംബന്ധിച്ച് ധനകാര്യ വകുപ്പിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ നിലവിൽ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ 2024 ജൂൺ 5 ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിലെ തീരുമാനങ്ങൾ കൂടി അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനം, വേതനം എന്നിവ സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്.